അൽഹംദുലില്ലാ. ഞാൻ എന്ത് ഗ്രേറ്റ്ഫുൾ ആണെന്നറിയോ? എൻ്റെ പടച്ചോനെ ഒരുപാട് നന്ദിയുണ്ട്. ഈ റമളാൻ്റെ അവസാനത്തെ 10ൽ ഉംറ ചെയ്യാൻ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് പടച്ചോനെ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഞാനും എൻ്റെ കൂട്ടുകാരിയും കൂടി ഇന്ന് ഉംറയ്ക്ക് പോവാണേ. നമ്മൾ ഉംറയ്ക്ക് പോകണമെങ്കിൽ നമുക്ക് ഇഹ്റാം കെട്ടണമെങ്കിൽ മക്കയ്ക്ക് വെളിയിൽ പോകണം. നമ്മൾ മക്കയിലല്ലേ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ യൂഷ്വലി ആയിഷ മസ്ജിദിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ദേണ്ട ആയിഷ മസ്ജിദിൽ പോകാൻ വേണ്ടി ടാക്സി നോക്കിയിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് ദേണ്ട വന്ന് ടാക്സി വന്ന് ഞങ്ങൾ ആയിഷ മസ്ജിദിലോട്ട് പോവാണേ. ദേണ്ട നമ്മൾ ഏകദേശം ആയിഷ മസ്ജിദിലെത്തി. ആയിഷ മസ്ജിദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മദർ ഓഫ് ബിലീവേഴ്സ് എന്നാണ് പറയുന്നത്. ആയിഷ മസ്ജിദിലാണ് നമ്മൾ മോസ്റ്റ് ഓഫ് ഞങ്ങൾ മക്കയിലുള്ള എല്ലാവരും ഇവിടെ വന്നാൽ സാധാ ഇഹ്റാം കിട്ടുന്നത്. ബോർഡറിന് വെളിയിലാണല്ലോ. ഇവിടെ വന്ന് നമ്മൾ 2 റക്അത്ത് നിസ്കരിച്ച് നിയത്ത് വെക്കണം. ഞാൻ ഉംറയ്ക്ക് വേണ്ടിയാണെന്നും പറഞ്ഞ് നിയത്ത് വെക്കുമ്പോഴാണ് നമ്മുടെ ഉംറ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ ആൺപിള്ളേർക്കും പെൺപിള്ളേർക്കും സെപ്പറേറ്റ് കൗണ്ടറൊക്കെ ഉണ്ട്. നമ്മൾ ചെരുപ്പൊക്കെ വെളിയിലിട്ട് മസ്ജിദിൻ്റെ അകത്തൊക്കെ എന്ത് മനോഹരമാണെന്നറിയുമോ, ലൈറ്റിംഗ് ഒക്കെ വെച്ചിട്ട്. പിന്നെ ഭയങ്കര റഷാണ് കേട്ടോ, ഭയങ്കര തിരക്കാണ്. ഞാനും കൂട്ടുകാരിയും കൂടെ നിസ്കരിച്ചിട്ട് വേണം ഞങ്ങൾ ഇറങ്ങിയിട്ട് നമ്മളിനി അടുത്തത് ഹറമിലോട്ടാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ ഹറമിൽ ബസ്സിൽ പോകാമെന്ന് വിചാരിച്ച്. ഇവിടുന്ന് ബസ്സുണ്ട് കേട്ടോ, 7 റിയാൽ. അതുകൊണ്ട് നമ്മൾ ബസ്സിൽ ഫുള്ള് ഉംറയുടെ ആൾക്കാരാണ്. ഭയങ്കര തിരക്കും കൂടെ അല്ലേ, അവസാനത്തെ 10 ഭയങ്കര തിരക്കും കൂടെ അല്ലേ. ഞാനും എൻ്റെ കൂട്ടുകാരിയും കൂടെ ബസ്സിൽ കയറി ഞങ്ങൾ പോവാണ്. കുറച്ച് ട്രാവലുണ്ട്, ബട്ട് പെട്ടെന്ന് എത്തും. പക്ഷേ വലിയ കുഴപ്പമില്ല. അൽഹംദുലില്ലാ ഫൈനലി നമ്മൾ ഹറമിൻ്റെ അവിടെ എത്തി. ഈ ഹറം ഞാൻ ഓൾമോസ്റ്റ് ഞങ്ങളവിടെ 2 വർഷമായി. ബട്ട് ഹറമിൽ എന്നും ഭയങ്കര ചേഞ്ചസാണ്. ഇപ്പോഴും കറക്റ്റായിട്ട് നമുക്ക് വഴി അറിയത്തില്ല. ഹറമിൽ എത്തിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് കഅബയുടെ അടുത്ത് എത്താമെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. അങ്ങനെയല്ല, പല വഴികളാണ്. അതും ഭയങ്കര റഷും കൂടെയാണ്. നമുക്ക് വഴിയൊക്കെ മാറിപ്പോവും. പിന്നെ അതുപോലെ എന്നും ഇവിടെ ഭയങ്കര ചേഞ്ചസ്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇപ്പം എത്തും. അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലായിടത്തും പല വഴികളാണ്. നമ്മൾ തന്നെ ഇപ്പോൾ ഹറമിൻ്റെ കഅബയുടെ ഒന്നും ഒരു പരിസരത്ത് പോലും എത്തിയിട്ടില്ല. അതങ്ങ് ഭയങ്കര മാറിയാണ് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത്. ഒത്തിരി നടന്ന് വേണം പോകാൻ. ഭയങ്കര റഷുമാണ്. കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവരുന്നവർ സൂക്ഷിച്ചില്ലെങ്കിൽ മിസ്സായി കഴിഞ്ഞാൽ പടച്ചോനെ എവിടെ പോയി തിരക്കും. ഭയങ്കര റഷാണ്. ബട്ട് അൽഹംദുലില്ലാ പടച്ചോനെ ഒരുപാട് നന്ദിയുള്ളതാണ്. അൽഹംദുലില്ലാ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നില്ല ഇവിടെ വരാനൊക്കെ. അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗ്യം കിട്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ. വേണ്ട ഞാനും അവളും കൂടെ നടന്ന് നമ്മൾ ഇഹ്റാമിലാണ് ഇപ്പോൾ ഓൾറെഡി. നമ്മളവിടെ നിയത്തൊക്കെ വെച്ചിട്ട് ഉംറയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ദുആയും ദിക്റുകളൊന്നുമില്ല. നമുക്കറിയാവുന്ന എല്ലാ ദിക്റും ദുആയും എല്ലാം നമുക്ക് പറയാം കേട്ടോ. നമ്മൾ വേണ്ട ഹറമിൻ്റെ നമ്മുടെ അടുത്ത ടാസ്ക്കാണ് കഅബയുടെ അടുത്ത് എത്താന്നുള്ളത്. അത് പല വഴിയാണ്. നമുക്ക് വഴിയൊക്കെ തെറ്റിയും പോവും. പിന്നെ അവസാനത്തെ 10 ഭയങ്കര റഷാണ്. ഇപ്പം നിങ്ങളിങ്ങനെ തിരക്ക് കാണുന്നില്ലെങ്കിലും ഹറമിൻ്റെ അകത്തോട്ട് ചെല്ലുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. ഞങ്ങൾക്ക് വഴി അറിയത്തില്ല, ഏത് വഴി കൂടെ പോകണം. ആക്ച്വലി 2 കൊല്ലമായി ഇവിടെ, എന്നിട്ടും വഴി അറിയത്തില്ല. അതായത് ഇപ്പോഴാണ് അൽഹംദുലില്ലാ നമ്മൾ മസ്ജിദിൻ്റെ അടുത്തോട്ട് എത്തിയത്. മസ്ജിദിൻ്റെ അകത്തോട്ട് നമ്മൾ കയറി, പള്ളിയുടെ അകത്തോട്ട് കയറി. നമ്മുടെ ടാസ്ക് ഇതല്ല, കഅബയുടെ അടുത്ത് എത്തണം. അതാണ് ഞാനും അവളും കൂടി ഇരുന്ന് വഴി തിരക്കാണ്. ഞങ്ങൾ എല്ലാവരോടും ചോദിക്കുന്നുണ്ട്. യൂഷ്വലി എനിക്കറിയാവുന്നത് ഗേറ്റ് നമ്പർ 79 അകത്തൂടെ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് എത്താൻ പറ്റുമെന്നാണ്. എനിക്കതേ അറിയത്തുള്ളൂ. പക്ഷേ അല്ലാതെ കുറേ ഗേറ്റ് നമ്പേഴ്സ് ഉണ്ട്. പിന്നെ പടച്ചോനെ പള്ളിയൊക്കെ കാണാൻ എന്ത് മനോഹരമാണ്. ആക്ച്വലി സൗദി കാണാൻ രാത്രിയിലാണ് മനോഹരം. ആ ലൈറ്റൊക്കെ ഇട്ട് അൽഹംദുലില്ലാ ക്ലോക്ക് ടവർ നമ്മൾ ഏകദേശം തന്നെ വഴി കണ്ടുപിടിച്ചു. നമ്മളോട് ഒരു ബയ്യ പറഞ്ഞു തന്നു, ഒരു ക്ലീനർ ചേട്ടൻ പറഞ്ഞു തന്നു, അതുവഴി ലെഫ്റ്റ് എടുത്താൽ മതി എന്ന്. അങ്ങനെ ഞാനും അവളും കൂടെ പോവുകയാണ്. പടച്ചോനെ അൽഹംദുലില്ലാ എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. റമളാനിലൊക്കെ ഉംറ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ആം സോ ബ്ലെസ്ഡ്. അൽഹംദുലില്ലാ. എന്താണ് ഈ വഴിയാണ് നമ്മൾ ഹറമിൻ്റെ അകത്തോട്ട് കയറുന്നത്. ഹറമിൻ്റെ അകത്ത് പല വഴികളുണ്ട് കേട്ടോ. ഞങ്ങൾ ചോദിച്ചും പറഞ്ഞും ഒരു 1 അവർ നമ്മൾ വഴിക്ക് വേണ്ടി ഇങ്ങനെ തപ്പിത്തരഞ്ഞ് നടന്ന് 1 അവർ നടന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് വഴി കിട്ടിയത്. ഇങ്ങനെ വേണ്ട നമ്മൾ ഹറമിൻ്റെ അകത്തോട്ട് കയറാൻ പോവാണ്. അൽഹംദുലില്ലാ യാ റബ്ബ്. നല്ല തിരക്കാണ് കേട്ടോ. നോക്കിക്കേ, നമ്മൾ കഅബയുടെ അടുത്തെത്തി. അൽഹംദുലില്ലാ നമുക്ക് കഅബ ചെറുതായിട്ട് കാണാൻ പറ്റും കേട്ടോ. നമ്മൾ നേരിട്ട് കാണാൻ പോവുകയാണ്. പടച്ചോനെ യാ റബ്ബ്, നമ്മൾ നേരിട്ട് കാണാൻ പോവാണ്. ഇതൊരു ഫീലിംഗ് ആണ് കേട്ടോ ഉംറ. നമ്മൾ ആ എക്സ്കലേറ്റർ ഇറങ്ങി വന്നിട്ട് നമുക്ക് കിട്ടുന്നൊരു വ്യൂ ഉണ്ട്. എൻ്റെ പടച്ചോനെ ആ വ്യൂ അത് നമ്മൾ അനുഭവിച്ചറിഞ്ഞാലേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. അൽഹംദുലില്ലാ ഞാൻ ഇത് കാണിച്ചു തരാം, നോക്കിക്കോണേ. അൽഹംദുലില്ലാ ഈ വ്യൂ പടച്ചോനെ അതൊരു രക്ഷയില്ല. അൽഹംദുലില്ലാ ഈ വ്യൂ ഉണ്ടല്ലോ, ഇത് ആദ്യമായിട്ട് കാണുമ്പോൾ ഉള്ളൊരു ഫീൽ ഉണ്ടല്ലോ, അത് അനുഭവിച്ചാൽ തന്നെ അറിയണം. അൽഹംദുലില്ലാ ഇതെൻ്റെ ആദ്യത്തെ ഉംറയല്ല. ഞാൻ ഇവിടെ 2 കൊല്ലമായി. എല്ലാ റമളാനിലും പടച്ച് അനുഗ്രഹിച്ച് വരാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇത്തവണ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന്. പിന്നെ എന്താ, ഉംറയ്ക്ക് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ദുആയും ദിക്റുകളും ഒന്നുമില്ല. നമുക്ക് അറിയാവുന്ന എല്ലാ ദുആയും ദിക്റും പറയാം.
അപ്പം തന്നെ നമ്മൾ കൗബയുടെ അടുത്ത് എത്തി. അൽഹംദുലില്ലാ ആ ഒരു വ്യൂ ഉണ്ടല്ലോ, പടച്ചോനെ എത്ര ഭാഗ്യം ചെയ്തതാണല്ലേ. നമ്മൾക്ക് എന്ത് അനുഗ്രഹമാണ് പടച്ചോൻ തന്നിരിക്കുന്നത്. അൽഹംദുലില്ലാ പടച്ചോനെ. ഞാൻ എവിടെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഗൈസ്. അൽഹംദുലില്ലാ, ട്രസ്റ്റ് മീ ഗൈസ്, നമ്മൾ മനസ്സറിഞ്ഞ് പടച്ചോനോടൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പടച്ചോനത് റെഡിയാക്കി തരും. അൽഹംദുലില്ലാ കൗബയുടെ അവിടെ നിന്ന് നമ്മൾ തവാഫ് സ്റ്റാർട്ട് ചെയ്യും. ആ ഒരു ഗ്രീൻ കളറിലെ ലൈറ്റ് കണ്ട, അവിടെ നിന്നാണ് നമ്മൾ തവാഫ് ചെയ്യുന്നത്. ആ ഒരു ഗ്രീൻ കളർ ലൈറ്റിൻ്റെ അവിടെ നിന്ന് കറങ്ങി കൗബ ചുറ്റി നമ്മൾ തിരിച്ച് വീണ്ടും ആ ഗ്രീൻ കളർ ലൈറ്റിൻ്റെ അവിടെ വരുമ്പോൾ ഒരു തവാഫ്. അങ്ങനെ നമുക്ക് 7 തവാഫാണേ ഉള്ളത്. ഭയങ്കര റഷാണ്. നമുക്ക് കൗബയുടെ അടുത്തൊന്നും പോകാൻ പറ്റത്തില്ല. ഹാജറുൽ അസ്വദ് തൊടാൻ വേണ്ടി ഭയങ്കര റഷാണ്. അത് റമദാനാകുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾ വിചാരിക്കുന്നതിലും റഷാണ്. എന്താ ഭയങ്കര റഷാണ്. ബട്ട് അൽഹംദുലില്ലാ ഇത്രയും തിങ്ങിയും തിരക്കിയും ഞാൻ എപ്പോഴും ആലോചിക്കും പടച്ചോൻ എന്ത് അനുഗ്രഹമാണ് നമുക്ക് തന്നിരിക്കുന്നതെന്ന്. കാരണം ലോകത്തുള്ള എല്ലാവരും കൊതിക്കുന്ന സ്ഥലമാണ്, എല്ലാ മുസ്ലിംസും ആഗ്രഹിക്കുന്ന സ്ഥലമാണ് ഇവിടെ വരിക, ഉംറ ചെയ്യുക എന്നുള്ളത്. ബട്ട് അൽഹംദുലില്ലാ എനിക്കൊക്കെ എപ്പം വേണമെങ്കിലും പോകാം. ഞാൻ പോകാത്തതിൻ്റെ ഒരു കുറവേ ഉള്ളൂ. എനിക്ക് എപ്പോൾ ഉംറയ്ക്ക് പോകണോ, എനിക്ക് തവാഫിന് പോകണോ, ഞാനൊന്ന് വിഷമിച്ച് കഴിഞ്ഞാൽ എനിക്ക് അവിടെ പോയിരിക്കാം. എൻ്റെ ഒരു ഇത്ര നാളത്തുള്ളൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ലോകത്തിലെ എനിക്ക് ഏറ്റവും സമാധാനം തരുന്നൊരു സ്ഥലമാണ് കൗബ, പരിശുദ്ധ കൗബ. അൽഹംദുലില്ലാ പടച്ചോനെ. അങ്ങനെ ഞാൻ എൻ്റെ തവാഫ് കഴിഞ്ഞിട്ട് നമ്മൾ 2 റക്അത്ത് നിസ്കരിച്ച് സംസം വെള്ളം കുടിക്കണം. സംസം വെള്ളം കുടിച്ചിട്ട് നമ്മൾ സഫ മർവ സൈ ചെയ്യാൻ പോകണം. അൽഹംദുലില്ലാ ഞാൻ നമുക്കിവിടെ സംസം വെള്ളമില്ലേ, തണുത്തതും ചൂട് പല ടൈപ്പ് ഇഷ്ടം പോലെ സംസം വെള്ളം കിട്ടും. അത് എല്ലാ രീതിയിലും വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേണ്ട ഹറമിൽ ഇതിൻ്റെ ഇടയ്ക്ക് അവളെ എനിക്ക് മിസ്സായി കേട്ടോ. പിന്നെ നമ്മൾ സഫയിൽ വെച്ചാണ് കണ്ടുമുട്ടിയത്. സഫയിലോട്ട് പോകുന്നത് ആക്ച്വലി ഞാൻ എപ്പോഴും ഗ്രൗണ്ട് ഫ്ലോറിൽ വെച്ചാണ് ചെയ്യുന്നത്. ബട്ട് ഭയങ്കര റഷ് ആയതുകൊണ്ട് ഇത്തവണ ഫസ്റ്റ് ഫ്ലോറിലാണ് പോയത്. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ സഫ എത്തിയിട്ടില്ല. സഫ തൊട്ട് മർവ അങ്ങനെയാണ് ഒരു തവാഫ്. അങ്ങനെ സഫ മർവ നമുക്ക് 7 വട്ടം തവാഫ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ സഫ മർവ നോക്കി പോവാണ്. ഈ ഗ്രീൻ ലൈറ്റ് ഉണ്ടല്ലോ, ഈ ഗ്രീൻ ലൈറ്റ് വരുമ്പോൾ ആണുങ്ങളെല്ലാം ഓടണമെന്നാണ്. നമ്മൾ നടന്നിട്ട് സഫ മർവ എത്തുന്നില്ല. അതിനിടെ അൽഹംദുലില്ലാ അങ്ങനെ നമ്മൾ സഫ കണ്ട്. പിന്നെ സഫ ടു മർവ, മർവ ടു സഫ, അങ്ങനെ നമ്മൾ 7 തവാഫ്. അതായത് സഫ തൊട്ട് മർവ വരെ 1, മർവ ടു സഫ 2, അങ്ങനെ 7 തവാഫ്. ഈ തവാഫിലൊക്കെ നമുക്ക് ദിക്റുകളും ദുആകളും നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം പ്രാർത്ഥിക്കാം. പടച്ചോൻ നമുക്ക് എല്ലാം കേൾക്കും. പടച്ചോൻ അങ്ങനെ പ്രത്യേകിച്ച് ഇന്നത് മാത്രം ചെയ്യണമെന്നൊന്നുമില്ല. മനസ്സറിഞ്ഞ് വിളിച്ച് കഴിഞ്ഞാൽ പടച്ചോൻ കേൾക്കും. പിന്നെ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിലും ഭയങ്കര തിരക്കാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് സുബഹിക്ക് വാങ്ക് വിളിച്ചു. നമ്മൾ രാത്രി 2 മണിക്കാണ് പോയത്. ഇപ്പോൾ ഒരു 5:30 സുബഹിക്ക് വാങ്ക് വിളിച്ചു. പിന്നെ നമ്മൾ ജമാഅത്തായിട്ട് നിസ്കരിച്ചു. പിന്നെ ഖുർആനൊക്കെ ഓതി. പിന്നെ അതേണ്ട മർവ എത്തി. അൽഹംദുലില്ലാ മർവ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിൽ നമുക്ക് സഫ മർവ ആ ഒരു കല്ല് അതൊക്കെ കാണാൻ പറ്റൂ. പക്ഷെ നമ്മളിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലല്ലേ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഡയറക്ഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടേ ഉള്ളൂ. വിചാരിക്കുന്ന പോലല്ല, നല്ല തിരക്കാണ്. നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവന്ന് മിസ്സായി കഴിഞ്ഞാൽ പടച്ചോനെ അറിയത്തില്ല. നമ്മളൊരു കാര്യം പടച്ചോനെ വിശ്വസിച്ച് ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. ഡാം ഷുവർ ഇന്നല്ലെങ്കിൽ നാളെ പുള്ളി നമുക്കത് തരാമെന്ന് ചെയ്യും. ഒരു 2 കൊല്ലം മുമ്പ് വരെയൊക്കെ എൻ്റെ ഒരു സ്വപ്നം മാത്രമായിരുന്നു എന്തെങ്കിലും ഉംറ ചെയ്യണമെന്ന്. ഞാൻ എന്നും പടച്ചോനെ എനിക്ക് ലൈഫിൽ എപ്പോഴേലും വന്ന് ഉംറ ചെയ്യാൻ പറ്റണേന്ന്. ബട്ട് അൽഹംദുലില്ലാ ഇതെൻ്റെ 2ാമത്തെ ഉംറയാണ്. കഴിഞ്ഞ റമദാനും എനിക്കിവിടെ വരാൻ പറ്റി. ഈ റമദാനും അൽഹംദുലില്ലാ ഉംറ ചെയ്യാൻ പറ്റി. നമ്മൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. സത്യം ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും പുള്ളിക്കാരൻ തരും, അത് ഉറപ്പാണ്. അൽഹംദുലില്ലാ. അങ്ങനെ ഞങ്ങൾ സഫ മർവ സൈ കഴിഞ്ഞു. പിന്നെ വന്ന് നിസ്കരിച്ചു, മുടി കട്ട് ചെയ്ത്. അൽഹംദുലില്ലാ മുടി കട്ട് ചെയ്യുന്നതോടെ നമ്മുടെ ഉംറ കഴിയും. അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. പുറത്തൊക്കെ ഭയങ്കര റഷാണ്. ഇതാണ് ക്ലോക്ക് ടവറിൻ്റെയൊക്കെ ഔട്ട് സൈഡ്. ഭയങ്കര റഷാണ്. ഇനി നമ്മൾ തിരിച്ചു പോകണമെങ്കിൽ നമ്മൾ ബസ്സിലല്ലേ പോകണ്ടേ. ബട്ട് അൽഹംദുലില്ലാ പഠിച്ചോനെ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് കേട്ടോ. അൽഹംദുലില്ലാ പഠിച്ചൊരു റമദാൻ മാസത്തിൽ നിന്ന് എനിക്കിത് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. പിന്നെ നമ്മൾ ബാക്ക് ടു ഇനി ഹോസ്റ്റലിൽ പോകണം. നമ്മൾ രാത്രി വന്നെയാണ്, നേരം വെളുത്തു. ഇനി നമ്മൾ ഹോസ്റ്റലിൽ പോകാൻ വേണ്ടി നമുക്ക് ബസ്സുണ്ട് കേട്ടോ. ഇത് പകുതി വരെ ഈ ബസ്സിൽ നമുക്ക് പൈസ കൊടുക്കണ്ട, ഫ്രീ ആണ് കേട്ടോ. ബട്ട് ഇങ്ങോട്ട് വരാൻ നേരം നമ്മൾ പൈസ കൊടുത്തായിരുന്നു. ഇത് ഫ്രീ ബസ്സാണ്. ഈ ഒരു ബസ് സ്റ്റാൻഡ് വരെ ഇത് വിടും. ഇവിടുന്ന് പിന്നെ നമ്മൾ ടാക്സി വിളിച്ച് വേണം പോകാൻ. വ്യൂ ഒക്കെ നല്ലതാണ് കേട്ടോ. നേരം വെളുത്ത് വരുന്നതല്ലേ ഉള്ളൂ. അടിപൊളിയാണ്, വ്യൂസൊക്കെ അടിപൊളിയാണ്. പിന്നെ ഫുള്ള് പാറയും നമുക്ക് മലയും കുന്നുമൊക്കെ ഉള്ളു ഇവിടെ കാണാൻ. മക്കയല്ലേ. പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ ടാക്സി കിട്ടിയിട്ട് ഞങ്ങളിനി ഹോസ്റ്റലിലോട്ട് പോവുകയാണ്. ബട്ട് അൽഹംദുലില്ലാ എനിക്കൊരു കാര്യം പറയാനുള്ളൂ, നമ്മൾ മനസ്സറിഞ്ഞ് ചോദിച്ചുകൊണ്ടേ ഇരിക്കുക, പടച്ചോനോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ പടച്ചോൻ ഇത് നടത്തി തരും. സോ